അപ്പോൾ ഗൈസ് നമുക്ക് കാർ എടുക്കാനായി പോവാം. കാറ് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ അത്യാവശ്യം ടാക്സിയുടെ കാറ് കണക്കത്തെയാണ്. ഇപ്പോൾ നമുക്ക് ഇത് എടുത്തുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം കാർ ഷോപ്പിലേക്ക് പോവാം. കാറ് വാങ്ങാം, അല്ലെങ്കിൽ കാർ നമുക്ക് റോബ് ചെയ്തെടുക്കാം ഗൈസ്. നമുക്ക് കാർ റോബ് ചെയ്യാം. ഓക്കെ, കല്ല് ഇടിച്ച് ഗൈസ്. നമുക്ക് ബാക്ക് എടുത്ത് പോവാം ഗൈസ്. അപ്പോഴാണ് ഇപ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കാം. ഇനി കുറച്ചുകൂടെ ദൂരം എത്തിയാൽ നമുക്ക് കാർ ഷോപ്പെടുത്തി നമുക്ക് റോബ് ചെയ്യാനുള്ളതാണ് ഗൈസ്. ഇവിടെ ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. അയ്യോ ഗൈസ്, സ്റ്റാർ വന്നു, പോലീസ് സ്റ്റാർ. ഗൈസ് നമുക്ക് ഇറങ്ങി ഓടാം, ഇല്ലെങ്കിൽ പണി കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ ജയിലിലാവും. ഇയാൾ ബഗ് എന്നാണ് തോന്നണം. വണ്ടിൻ്റെ അടിയിൽ കൂടെയൊക്കെ വരുന്നു. അപ്പോൾ നമുക്ക് ഓടി വെച്ച് വിടാം. അത് ശരി, കാറിൻ്റെ ഇടയ്ക്കിലൊക്കെ വരുന്നു. അയ്യോ ഗൈസ് പിടിച്ച് നമ്മളെ എന്ത് ചെയ്യാൻ, പിടിച്ചു പോയി ഗൈസ്. നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിലായി ഗൈസ്. നമ്മൾ പോലീസുകാരന് പണം കൊടുത്തു. കൈക്കൂലി കേസിന് ജയിലിൽ കിടക്കാനുള്ള പോലീസുകാരൻ. പോലീസിന് പൈസ കൊടുത്തിട്ട് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാണ് മാസമായിട്ട്. ഗൈസ് അവിടെ പുറവേരിക്കണം. ഒരു കമ്പെടുത്ത് ഒരുത്തനെ ആടിയങ്ങ് കൊടുക്കാം. ബോംബിട്ട് കൊടുത്തിട്ടുണ്ട്. തെറിയും. അയ്യോ നമ്മളടുത്ത് വീണത് ബോംബ്, നമ്മളടുത്ത് വീണ്. ഞാൻ നക്ഷത്രങ്ങൾ എണ്ണാൻ വേണ്ടി പോയി. എന്നിട്ട് ഒരു സ്ഥലത്ത് സ്പിറ്റ് അടിച്ച് കിടന്ന്. നമ്മളതിൽ കമ്പുണ്ട്, കൈയുണ്ട്, വേറെയും കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഈ ഏണിയിൽ കയറാൻ പറ്റുമോ? ടെസ്റ്റ് ചെയ്തിട്ട് പോവാം. ഇല്ല, അതിൽ കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നടന്നു പോവുക. അതുകൊണ്ട് കാർ ഷോറൂം ഇവിടെ അടുത്താണ്. കാർ ഷോപ്പിൽ പോയി ഗൈസ്, ഈ കാർ ഷോറൂമിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു കാറ് കൊടുത്താൽ നമുക്ക് ആ കാറിൻ്റെ പൈസ തരും. എന്നുവെച്ചാൽ കാറ് കൊടുക്കാം. അപ്പോൾ നമ്മൾ കാറ് റോബ് ചെയ്യാം. അതുകൊണ്ട് അവിടെ വെച്ചിട്ടാണ് കാറ് കൊടുത്താൽ നമുക്ക് പൈസ കിട്ടും. ഞാൻ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ കാർ കൊണ്ട് നമ്മളെ വീട്ടിൽ ഇടാം. നല്ല കാറ്. ഇതിൻ്റെ ലുക്കൊക്കെ ക്യൂട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ടയറൊക്കെ എവിടെ ഇരിക്കണം? നമ്മൾ കാർ ഇരുന്നിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വെറുതെ കിടന്ന വണ്ടീനെ ഇടിക്കുന്നുണ്ട്. ഈ വണ്ടിക്ക് ഇത്തിരി കൺട്രോൾ കുറവാണ്. നിങ്ങൾ ഈ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ നേരെ ഈ കാർ ഷോറൂമിലേക്ക് വരിക. ഈ വണ്ടി എടുത്താൽ വീട്ടിൽ ഇടുക. പിന്നെ നല്ലൊരു ക്യൂട്ടായിരിക്കും വണ്ടി. ലോറി ഇരുന്ന് വണ്ടി മറിഞ്ഞ് കേസ്. വണ്ടി മറിഞ്ഞ് നമുക്ക് കുഴപ്പമില്ല, വീണ്ടും ഇടിച്ച്. വണ്ടി ഞാൻ അതാണ് പറഞ്ഞ കൺട്രോളില്ല. ഇത് നമുക്ക് ബാക്ക് എടുത്ത് ഇവിടെ ഇടാം. ആരെയൊക്കെ ഇതാണ്. നമ്മളെ വീട് കണ്ടാ ഭയങ്കര ലുക്കാണ് ഈ നമ്മളെ വീട്. ഈ ഗെയിമിൽ ഇവിടെ കാറില്ലാതെ എല്ലാവരും പോയി ഇടിക്കണേ. ഇതിൽ കൺട്രോളില്ല. ഫീഫയിലെ കൺട്രോളും വെച്ചോണ്ടാണ് പറഞ്ഞത്. ഗൈസ് വീടിന് തന്നെ ഒരു ഭംഗിയായി. ഒരു മഞ്ഞക്കോടി കാറ്. നമുക്ക് നടന്ന് ഷോറൂമിലേക്ക് പോവാം. ഏതെങ്കിലും വണ്ടി വരണമെങ്കിൽ ആ വണ്ടീനെ തട്ടിപ്പറിച്ച് നമ്മൾ കാർ ഷോറൂമിലേക്ക് വിടാം. വണ്ടിയിലേക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഈ വണ്ടി നമ്മൾ എടുത്തെന്ന് വിചാരിച്ചോ. ഇത് നമ്മൾ കാർ ഷോറൂമിൽ കൊണ്ടുപോകണമെങ്കിൽ ഇതിൽ ഡ്രൈവർ പിന്നെ എടുത്തുകൊണ്ട് വെക്കും. നമ്മളിപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി വേണം ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തെങ്കിൽ ഇതിൽ ശരിക്കുള്ള ഓണർ വണ്ടി എടുത്തുകൊണ്ട് ബൂസ്റ്റേഴ്സൊക്കെ ഉണ്ട് വണ്ടിക്ക് സ്പീഡ് ലേശം കുറവാണ്, എന്നാലും നമുക്ക് പോവാം. വണ്ടി കൺട്രോളില്ല, സ്പീഡും കുറവാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസ് കേസാവും. ഓട്
പോകുന്നുണ്ട്. കർഷകരം എത്തി ഗൈസ്. നമുക്ക് ലോറി എടുത്ത് വിറ്റാലോ. നമുക്ക് ലോറിയെ ഇതിൻ്റെ അകത്ത് കയറ്റി വിൽക്കാം. വേണ്ട പോട്ട് നമ്മളിനി വിട്ടുപോയി. അയ്യോ, അതിനെ അറിയാതെ ഞാൻ വിൽക്കണേൻ്റെ അവിടെ വെച്ച് വണ്ടി വളച്ച്. വേണ്ട ഗൈസ്, നമുക്ക് വിൽക്കണ്ട. നോ, ഓൺ നമ്മൾ വണ്ടി വിൽക്കണില്ല ഗൈസ്. പിന്നെ നമുക്ക് വേറെ വണ്ടി കൊണ്ടുവന്ന് വിൽക്കാം ഗൈസ്. ഇവിടെ പൈസ ഉണ്ടോ? എത്ര രൂപ? പൈസ അത്യാവശ്യം ഇല്ല, അത്യാവശ്യത്തിനില്ല. വാവ്, കാറിൻ്റെ സ്പീഡ് ഉവാണ്ടേനേക്കാളും വലുതാണ്. 100-110 പോകാം. ഇനി നമുക്ക് വണ്ടി വളച്ചിടാം. വണ്ടിയുടെ പവർ ഉഗ്രൻ. ഞാൻ ഭീകരനല്ല, സൂപ്പർ. ഇനി 2 വണ്ടി കൂടെ വന്ന് ഗൈസ് ലുക്കായി. മോനെ, എന്നെ കൊണ്ടേ പറ്റുള്ളൂ ഈ സ്കില്ലായിട്ട് വണ്ടി എടുക്കും. നമുക്കിത് വാങ്ങാൻ പറ്റും. ഭയങ്കര വില, കയ്യിൽ നിൽക്കില്ല. നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു പൊളിക്കാസ്കി ഗണ്ണും വെച്ചേ നിൽക്കുള്ളൂ. നമ്മൾ അടുത്ത വീഡിയോയിൽ പൊളിക്കാസ്കി എടുത്താൽ മതി കേട്ടോ. നമുക്ക് സൈക്കിളിലൊക്കെ ഭയങ്കര സ്പീഡാണ്. എൻജിൻ വെച്ച് സൈക്കിളാണ്, പക്ഷേ എൻജിൻ കാണാൻ പറ്റില്ല. അതാണ് ഈ സൈക്കിളിൻ്റെ ഒരു പ്രശ്നമല്ല, അതൊരു ഭംഗിയാണ്. അത് നമുക്ക് കൊള്ളാം. സൈക്കിളിൻ്റെ സ്പീഡ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലുതാണ്. ഈ സൈക്കിൾ നമുക്ക് കൊടുത്ത് വിൽച്ചാലോ? നമുക്ക് ഈ സൈക്കിൾ എടുത്ത് വിൽക്കാം. നമുക്ക് ആവശ്യമില്ല, നമുക്ക് കാർ എടുത്തുകൊണ്ട് പോകാനുള്ളൂ. ഇത് നമ്മൾ സൈക്കിൾ വിറ്റു. വാവ്, ബ്യൂട്ടിഫുൾ. നമുക്ക് ഈ നീല കാർ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങാം. രാത്രിയാവാനുണ്ട്. ഈ സമയമാണ് ചെന്നായ്ക്കൾ ഇറങ്ങുന്നത്. വണ്ടിക്ക് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് കോഴിവണ്ടി തെറിച്ചു പോയി ഗൈസ്. മഞ്ഞക്കോഴി വണ്ടി തെറിച്ചു പോയി. ഇനി നമ്മൾ ഇങ്ങനെയെങ്കിലും വളച്ച് ബാക്കിലോട്ടെടുത്തിരിക്കണം. വളച്ച് ബാക്കിലോട്ടെടുത്ത് നിൽക്കണം ഗൈസ്. അപ്പോഴാണ്